2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മത്സ്യബന്ധന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ നാഗർകോവിൽ ജംഗ്ഷൻ കോട്ടയം എക്സ്പ്രസിന് സ്വീകരണം നൽകി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 ഇന്ത്യ വികസിത രാജ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേ, ഹൈവേ, എയർപോർട്ട് എല്ലാം വികസിപ്പിക്കുന്നത്. ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16366 നാഗർകോവിൽ ജംഗ്ഷൻ കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. ഇതിന് സ്വീകരണം നൽകി മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളത്, അതിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേ, ഹൈവേ, അതുപോലെ തന്നെ എയർപോർട്ട്, പോർട്ട് എല്ലാം വികസിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക. ഈ ഡബ്ലിങ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ 2002 ഒ രാജഗോപാലിന്റെ കാലത്ത് തുടങ്ങിയതാണ്. നരേന്ദ്രമോദി വരേണ്ടി വന്നു അത് പൂർത്തിയാക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഇവിടെ ഇത് കിട്ടും, ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് ഒക്കെ കിട്ടുകയാണ് ഉണ്ടായത്. 2022 വാജ്പേയി മന്ത്രിസഭയിൽ ഒ രാജഗോപാൽ റെയിൽവേ സഹമന്ത്രിയായിരിക്കുമ്പോഴാണ് പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയത്. അത് പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദി വേണ്ടിവന്നു. ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ കാടുപിടിച്ചു കിടക്കുന്ന 40 ഏക്കർ സ്ഥലം ദീർഘവീക്ഷണത്തോടെ ഉപയുക്തമാക്കാൻ കഴിയണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ അതിനുവേണ്ട പ്രോജക്റ്റുകൾ തയ്യാറാക്കി നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് സ്റ്റേഷനായി ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ ഉയർത്തിയാൽ ഒരുപാട് വികസനങ്ങൾ ഇവിടെ വരുമെന്നും ഇത് സംബന്ധിച്ച പ്രോജക്റ്റ് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ചടങ്ങിൽ പങ്കെടുത്ത മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നമുക്കറിയാം, സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയാൽ ടിക്കറ്റ് ചെലവാകുള്ളൂ, എങ്കിൽ മാത്രമേ വരുമാനം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പേപ്പർ ടിക്കറ്റ് കൊടുക്കുകയും ഔട്ടേജിന്റെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരിക്കലും ഈ സ്റ്റേഷൻ ലാഭത്തിലേക്ക് വരുന്ന സ്റ്റേഷനായി മാറാൻ കഴിയില്ല. മാത്രമല്ല, നമുക്കൊരു ഇടിവെട്ട് പോലെ ഇവിടെ ഉണ്ടാകുന്ന ആൾട്ടേജിന്റെ ആ ജോലി ഉപേക്ഷിച്ചങ്ങ് പോവുകയും ചെയ്തു. ആരോടും പറയാതെ, റെയിൽവേയുടെ പെർമിഷൻ പോലും വാങ്ങിക്കാതെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് അദ്ദേഹം ഇത് ഉപേക്ഷിച്ചങ്ങ് പോയി. ഒരു ദിവസം രാവിലെ വരുമ്പോൾ ഹോൾട്ടേജ് ഇല്ല, അവിടെ ടിക്കറ്റ് എടുക്കാൻ ആളുകൾ വന്നിട്ട് ടിക്കറ്റ് കൊടുക്കാൻ ആളില്ല. വല്ലാത്തൊരു പരിഭ്രമത്തിലായി. അവസാനം ഉടൻ തന്നെ ഡിവിഷനിൽ ബന്ധപ്പെട്ടു, താൽക്കാലികമായി ഒരു സ്റ്റാഫിനെ ഇവിടെ അയച്ചു. അത് അപ്പൊ അവര് പറഞ്ഞു, നമ്മുടെ ക്യൂ കോഡ് ഇവിടെ ഉണ്ട്, അതില് ആ ക്യൂ കോഡ് പറഞ്ഞാൽ മതി ടിക്കറ്റ് കിട്ടുമെന്നത്. എല്ലാവർക്കും ക്യൂ കോഡ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയണമെന്നില്ല. അതുകൊണ്ട് ഒരു സ്റ്റാഫിനെ അയച്ചു, പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ അത് മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്ലിയാൽ, വാർഡംഗം പ്രസന്നകുമാരി, OT ജയമോഹൻ, MP ഗോപകുമാർ, B കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.